നമസ്കാരം. നടിയും BJP നേതാവുമായ ഖുഷ്ബുവിന്റെ വ്യക്തിജീവിതത്തെയും വിവാഹ ജീവിതത്തെയും കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അടുത്തിടെ തമിഴ് യൂട്യൂബർ ഖുഷ്ബുവിനെതിരെ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അഷ്റഫ് അദ്ദേഹത്തിന് അറിയാവുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ് ഖുഷ്ബുവിൻ്റെതെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. നടി ഖുഷ്ബുവിനെ നടൻ സുന്ദർ സി വിവാഹം ചെയ്തതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടെന്ന് പറഞ്ഞ് തമിഴിലെ യൂട്യൂബറായ പാണ്ഡ്യൻ രംഗത്തെത്തിയിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞ് 2 പെൺകുട്ടികളുടെ മാതാവായി സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും ജീവിതം മുന്നോട്ട് നീങ്ങിയും ഖുഷ്ബുവിന് 57 വയസ്സ് പിന്നിടുകയും ചെയ്തപ്പോഴാണ് പാണ്ഡ്യൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഭർത്താവായ സുന്ദർ പ്രണയിച്ച് ഗർഭിണിയാക്കിയ ശേഷം ഖുഷ്ബുവിനെ ഉപേക്ഷിച്ച് നാട് വിട്ടുപോയി അത്രേ. അങ്ങനെ തകർന്ന മനസ്സുമായി കഴിയുമ്പോൾ ഒളിവിലായിരുന്ന സുന്ദറിന് ഒരു ഫോൺ കോൾ വരുന്നു. ബോംബെയും ദുബായിയെയും വിറപ്പിച്ച ദാവൂദ് ഇബ്രാഹിം ആയിരുന്നു മറുതലയ്ക്കൽ. എന്താണോ, എന്റെ കുടുംബത്തിലെ പെണ്ണിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ തന്നെ സുന്ദർ ഭയന്നു കുറച്ചു. അതോടെ ഖുഷ്ബുവിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുകയായിരുന്നു അത്രേ. പുതിയ ചിന്തന എന്ന TV പേജിലാണ് പാണ്ഡ്യന്റെ ഈ അഭിമുഖം വന്നത്. ഈ വീഡിയോ കണ്ട് ദേഷ്യം വന്ന ഖുഷ്ബു ആ വീഡിയോയ്ക്ക് താഴെ നേരിട്ടെത്തി മറുപടി കൊടുത്തു. ഈ ഡാഷ് മകനെ ഞാൻ നടു റോഡിലിട്ട് തല്ലേണ്ടിയിരിക്കുന്നു. ഉറപ്പായി ഞാൻ ഇവനെ ചെരുപ്പൂരി അടിക്കും. ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ അവനോട് എന്റെ മുമ്പിൽ വരാൻ പറയൂ. ഇത് തമിഴ്നാട്ടിലെങ്ങും വലിയ വാർത്താ പ്രാധാന്യത്തോടെ പ്രചരിച്ചു. തന്റെ വ്യക്തിജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഒരു മറയുമില്ലാതെ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ് ഖുഷ്ബുവിൻ്റേത്. നടൻ പ്രഭുവുമായി 4.5 വർഷം ലിവിംഗ് ടുഗദർ ബന്ധത്തെക്കുറിച്ചും കുട്ടിക്കാലത്ത് തന്റെ പിതാവിൽ നിന്നും കേൾക്കേണ്ടി വന്ന പീഡനത്തെക്കുറിച്ചുമൊക്കെ യാതൊരു മടിയുമില്ലാതെ അവർ പൊതുമധ്യത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബോംബെയിൽ നിന്നുള്ള ഹിന്ദി നടിമാർ തമിഴകത്ത് വേരുറപ്പിക്കുന്നതിന് തുടക്കമിട്ടത് ഖുഷ്ബുവാണ്. അവരെ പിന്തുടർന്ന് വന്ന നടിമാരായ മനീഷ കൊയ്രാള, തബു, നഗ്മ, ശില്പ ഷെട്ടി, പൂജ ഭട്ട് എന്നിവർക്ക് ആർക്കും തന്നെ ഖുഷ്ബുവിനെ പോലെ ജനഹൃദയങ്ങൾ കീഴടക്കാൻ സാധിച്ചിട്ടില്ല. ഒരു നടിയോടുള്ള ആരാധന മൊത്തം അവരെ പ്രതിഷ്ഠിച്ച് അമ്പലം പണിത ചരിത്രം വരെ തമിഴ്നാട്ടിലുണ്ടായി. അത് ഖുഷ്ബുവിന് വേണ്ടിയായിരുന്നു. എന്നാൽ അതേ അമ്പലം ആരാധകർ തകർത്തത് ആ പ്രതിഷ്ഠയുടെ വായിൽ നിന്നും വീണ ഒരു വാചകത്തെ തുടർന്നാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തിന് മുൻപും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് ഖുഷ്ബു പറഞ്ഞതിനെതിരെയാണ് സ്ത്രീകൾ തെരുവിലിറങ്ങിയത്. നടിയുടെ വീടിന് ചുറ്റും കുറ്റിച്ചൂലുമായി സ്ത്രീകൾ അണിനിരന്നു. രാഷ്ട്രീയക്കാരും മതസംഘടനകളും ഖുഷ്ബുവിനെതിരെ വാളെടുത്തു. അതോടെ ആ അമ്പലത്തിലെ പ്രതിഷ്ഠയായ ഖുഷ്ബു ദേവി വെറും മൂദേവിയായി. ഈ വിഷയത്തിൽ ഖുഷ്ബുവിനെതിരെ നിരവധി കോടതികളിൽ കേസുകളും കുമിഞ്ഞുകൂടി. ഒടുവിൽ കേസ് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതിയിൽ ആ കേസുകളെല്ലാം വാനിഷായി.